പുതിയ കടകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, അതുപോലെ തന്നെ മാക്സി ഒക്കെ തയ്ച്ച് വിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും പറ്റിയ സ്ഥലം പർച്ചേസ് ചെയ്യാനായിട്ട്, അതിൻ്റെ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ടുള്ളത് സൂറത്ത്, അഹമ്മദാബാദ് തന്നെയാണ്. കാരണം നമുക്ക് നാട്ടിൽ കിട്ടുന്നതിൻ്റെ ഒരു 250 രൂപയ്ക്ക് കിട്ടുന്ന മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 150 രൂപയ്ക്ക് കിട്ടും. പക്ഷേ നമുക്ക് ട്രാവലിംഗ് എക്സ്പെൻസ്, GST അങ്ങനെയുള്ള കുറേ ഇതുകളുണ്ട് ഇതിനിടയിൽ. അപ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം പർച്ചേസൊക്കെ ചെയ്യാനായിട്ട്, ബൾക്ക് പർച്ചേസ്, ഒരു 10 സാരി എടുക്കാനും 5 സാരി എടുക്കാനും എന്നല്ലാതെ ഒരു ഷോപ്പൊക്കെ തുടങ്ങിയിട്ട് പർച്ചേസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ, ബോംബെ ആയാലും സൂറത്ത് ആയാലും ജയ്പൂർ ആയാലും വന്നു കഴിഞ്ഞാൽ കുറേ സെലക്ഷൻസ് ഉണ്ട്. ആ പല സാധനങ്ങളും നമ്മുടെ നാട്ടിൽ അത് ഫാഷനായിട്ട് ഇറങ്ങാനായിട്ട് കുറേ സമയമെടുക്കും. ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ പല ഐറ്റംസ് നമ്മൾ കൊണ്ടുവന്നിട്ട്, നമ്മുടെ ചെറിയ ഷോപ്പാണെങ്കിലും നമ്മൾ കൊണ്ടുവന്ന മോഡലൊക്കെ ഹിറ്റാവണമെങ്കിൽ ഒരു 2 കൊല്ലം 1 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു പുതിയ സിനിമ ഇറങ്ങുമ്പോൾ അതിൽ കാണിക്കുമ്പോഴാണ് പലരും ആ ഐറ്റം നമ്മുടെ അവിടെ വിറ്റതാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ അന്വേഷിച്ച് വരിക. അപ്പോൾ പറയാറുണ്ട് അതുപോലെ. അപ്പോൾ ഒന്ന് അങ്ങനെ ഒരു ഫാഷൻ സാധനങ്ങൾ, പിന്നെ വെറൈറ്റി ഐറ്റംസ്, ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ, ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇവിടെ വരണ്ട, ഒരിക്കലും ഇവിടെ വരരുത്. നിങ്ങൾ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വിൽക്കുന്ന കട ചെയ്യാനാണ് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ഇത്രയും റിസ്ക് എടുത്തും ദൂരം സഹിച്ച് ഇത്രയും ട്രെയിനിലൊക്കെ കയറി ഇവിടെ വന്ന് ഇവിടുത്തെ ഭക്ഷണം ആയാലും അല്ലെങ്കിൽ ഇവിടുത്തെ താമസമാണെങ്കിലും വളരെ റിസ്ക്കാണ്. ഞങ്ങളിപ്പോൾ എയർപോർട്ട് സൈഡിൽ വാഹനം പാർക്ക് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് വണ്ടി വിളിച്ചിട്ട് പോകാൻ കാരണം ഇവിടെ വന്ന് വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറേ റിസ്ക്കുകളുണ്ട് ഇതിൽ. പിന്നെ ഭാഷ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണം. ഒരുപാട് ചതിക്കുഴികളുണ്ട്. സാധനങ്ങൾ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് സാധനങ്ങൾ കിട്ടില്ല. ഭാഷ നമുക്കറിയണം. പിന്നെ ഏജന്റുമാരുടെ കെണിയിൽ പെടാൻ പാടില്ല. പല സാധനങ്ങളും ക്ലോത്തിനെ പറ്റി കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം വേണം ക്ലോത്തിൻ്റെ ബിസിനസ് ചെയ്യാനായിട്ട്. നമ്മളൊക്കെ ഒരു 1-2 കൊല്ലം അതിനെപ്പറ്റി പഠിച്ച് ചെറിയ രീതിയിൽ തുടങ്ങി. ഇപ്പോഴും ചെറിയ രീതിയിൽ തന്നെയാണ്. വലിയ രീതിയിലേക്ക് നമ്മൾ മാറാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുമില്ല, നമ്മൾ ശ്രമിച്ചിട്ടുമില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം. ഇന്ന് ഞങ്ങളുടെ പർച്ചേസ് ദിനമാണ്. സൂറത്തിലെ പർച്ചേസാണെന്ന്.